മലയാള സിനിമാ ലോകത്തെ അഭിമാനമായ മമ്മൂട്ടിയുടെ 74ാം പിറന്നാൾ ദിനമാണിന്ന്. സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിക്ക് ആശംസകൾ അറിയിച്ചുള്ള പോസ്റ്റുകൾ തുടരെ വരുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം കുറച്ചു കാലം ഇടവേളയെടുത്ത ശേഷം തിരിച്ചു വന്നതിനാൽ ഈ പിറന്നാൾ ദിനം മമ്മൂട്ടിക്ക് പ്രിയപ്പെട്ടതാണ്. നിരവധി പേരുടെ ആശംസയ്ക്കിടയിലും മോഹൻലാലിൻ്റെ ആശംസ മമ്മൂട്ടിക്കും മമ്മൂട്ടിയുടെ ആരാധകർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ഇത്തവണ പിറന്നാൾ ആശംസയ്ക്ക് പുറമെ സ്നേഹസൂചകമായി മറ്റൊരു കാര്യം മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഞായറാഴ്ച എപ്പിസോഡിൽ മോഹൻലാൽ എത്തുന്നത് മമ്മൂട്ടിയുടെ ചിത്രങ്ങളുള്ള ഷർട്ട് ധരിച്ചാണ്. പ്രോമോ കാണുന്നവരുടെയെല്ലാം ശ്രദ്ധ പോയത് മോഹൻലാൽ ധരിച്ച ഷർട്ടിലേക്കാണ്. നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയത്. അവർ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകളില്ല, ഇവർക്ക് വേണ്ടിയുള്ള പാട്ടാണെന്ന് തോന്നുന്നു. ലിറിക്സൊക്കെ താരകം പോൽ പൊന്മണികൾ, നാം നടന്ന കാലം അതിശയകാലം. രണ്ടുപേരുടെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന ഫാൻസ് ഇത് കണ്ടാൽ കൊള്ളാം. ഈ ഒറ്റ ഒരു കാര്യം കൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ വെറുതെ കിടന്നാണ് ഈ അടി ഉണ്ടാക്കുന്നത്. അവരുടെ ഇടയിൽ വലുത് ചെറുത് എന്നൊന്നുമില്ല. അവർക്ക് രണ്ടുപേർക്കും തുല്യരാണ്. ഇക്കയ്ക്ക് ഏട്ടനാണ് വലുത്, ഏട്ടന് ഏട്ടൻ്റെ സ്വന്തം ഇക്കയാണ് വലുത്. രക്തബന്ധത്തേക്കാൾ എത്രയോ ആഴത്തിലാണ് ഏട്ടനും ഇക്കയും തമ്മിലുള്ള ബന്ധം. ശക്തമായ ബന്ധവും ആഴത്തിലുള്ള പരസ്പര വാത്സല്യവുമുള്ള രണ്ട് ആളുകൾ തമ്മിലുള്ള സൗഹൃദം എന്നിങ്ങനെ നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട്. വർഷങ്ങളായി അടുത്തിടെയാകുന്ന മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമാ ലോകത്ത് ഒരേ സ്ഥാനമുള്ളവരാണ്. താരങ്ങളുടെ പേരിൽ ആരാധകർ തർക്കിക്കാറുണ്ടെങ്കിലും ഇവരുടെ സൗഹൃദത്തെ ഇത് ബാധിച്ചിട്ടില്ല. ഈ അടുത്ത് മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ ഉഷപൂജ നടത്തിയിരുന്നു. മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് വാർത്തകൾ പ്രചരിച്ചപ്പോഴായിരുന്നു ഇത്. തൻ്റെ സുഹൃത്തും സഹോദരനുമാണ് മമ്മൂട്ടിയെന്ന് അന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് കുഴപ്പമില്ല, എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ ആശങ്കപ്പെടാനൊന്നുമില്ലെന്ന് മോഹൻലാൽ വ്യക്തമാക്കി. കരിയറിൽ പല ഘട്ടങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയും കണ്ടിട്ടുണ്ട്. കരിയറിൽ ഏറ്റവും മികച്ച കാലഘട്ടങ്ങളിലൂടെയാണ് മമ്മൂട്ടി ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് സിനിമാ പ്രേക്ഷകർ പറയാറുണ്ട്. ഒന്നിന് പിറകെ ഒന്നായി താരം ശ്രദ്ധേയ സിനിമ ചെയ്തു. ഇവയിൽ പലതും സ്വന്തം പ്രൊഡക്ഷൻ ഹൗസായ മമ്മൂട്ടി കമ്പനി എന്ന നിർമ്മിക്കുന്നു. നിരൂപക പ്രശംസ നേടി നിരവധി സിനിമകളുടെ ഭാഗമാകാൻ മമ്മൂട്ടിക്ക് സാധിക്കുന്നുണ്ട്. മറുവശത്ത് മോഹൻലാൽ കഴിഞ്ഞ വർഷം തുടരെ പരാജയങ്ങളായിരുന്നെങ്കിലും ഈ വർഷം ശക്തമായ തിരിച്ചുവരവ് നടത്തി. എമ്പുരാൻ, തുടരും എന്നീ സിനിമകൾ വമ്പൻ ഹിറ്റായി. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.